ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അവിയലാണ് ട്രൈ ചെയ്യാൻ പോണത്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സദ്യക്ക് കിട്ടുന്നൊരു അവിയലുണ്ടല്ലോ, ഡ്രൈ ആയിട്ടുള്ള അവിയൽ. ആ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് എടുക്കണം. അത് നിങ്ങളിഷ്ടം പോലെ എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ പൊട്ടറ്റോ, ക്യാരറ്റും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഞാൻ കൂടുതലായിട്ട് അത് രണ്ടും ചേർക്കാറുണ്ട്, എനിക്കിഷ്ടമാണ് അത് രണ്ടും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് വെള്ളിരി, ചുരയ്ക്ക, മുരിങ്ങാക്കോല്, ഇതെല്ലാം ഞാൻ വളരെ കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നീളത്തിലും നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ പൊട്ടറ്റോ, പയർ, ബീൻസ്, ചേന, പിന്നെ കായ, പടവലങ്ങ, വഴുതനങ്ങ, കോവയ്ക്ക, ഇത്രയാണ് വെജിറ്റബിൾസ് ഞാൻ എടുത്തേക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാളംപുളിയാണ് ഇതിലേക്ക് വേണ്ടത്, പുളിക്ക് ആവശ്യമായിട്ട്. ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൽ കുതിർത്തരുത് കേട്ടോ, അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുളി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടുതലായിട്ട് ചേർക്കുക, നാടൻ ഒരു കറിയാണല്ലോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ വേണം. ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 5-10 ചെറിയുള്ളി, ഒരു 2 പച്ചമുളക്, 1.5 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയും നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു നുള്ള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ അവിയലിന്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. നമ്മളിത് കഴുകി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളത്തിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് വളരെ കനം കുറച്ചിട്ടുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണം, അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ, കാരണം നമ്മൾ തേങ്ങയുടെ കൂടെ മുളക് അരയ്ക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ കായൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ അവിയൽ ഡ്രൈ വല്ലാണ്ട് കുഴഞ്ഞിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വല്ലാണ്ടിട്ട് ഇളക്കരുത്, നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടയാം. പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിയലിന് കുറച്ച് പുളിയൊക്കെ വേണം, എന്നാലാണ് അത് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. അതുപോലെ മൂടി വെച്ച് വേവിക്കാൻ നമുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ആ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും നല്ല ജീരകവും കറിവേപ്പിലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ നമ്മളിത് അരയ്ക്കൊന്നും ചെയ്യേണ്ട, ഒന്ന് ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയും. ഒതുക്കിയെടുത്താലും മതി. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് എടുത്ത് ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ വെന്തിട്ടുണ്ടോയെന്ന്. ഇനി നമുക്ക് ഈ തേങ്ങ മുകളിൽ കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് വയ്ക്കാം. നമ്മൾ തട്ടിപ്പൊത്തി വയ്ക്കുമെന്നൊക്കെ പറയും, അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി വരണം. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ അടി പിടിക്കാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്.
ഇനി ഒന്നും കൂടെ തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ തിരുമ്മി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങ് മൂടി വെച്ചേക്കാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് മാത്രം നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഇതുപോലുള്ള നാടൻ വിഭവങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക്